നമുക്ക് ഇഫ് ക്ലോസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത, അതായത് ഈ പാർട്ടിൽ നിന്ന് ഡെഫിനറ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവും. ഓക്കെ, ഇഫ് ക്ലോസ് എന്ന് സംഗതി വളരെ ഈസിയാണ്, പക്ഷെ നമുക്ക് ചില സമയത്ത് തെറ്റാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് 3 ടൈപ്പ്, പ്രധാനമായിട്ടും 3 ടൈപ്പ് ക്ലോസുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് നോക്കി, അതായത് ഇഫ് ഐ, നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ തന്നെ. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ്. ഓക്കെ, ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ്. ഇതിനകത്ത് 2 ക്ലോസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും. ഓക്കെ, ഇതെന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്, ഇത് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനകത്തൊരു കൺജങ്ഷൻ കാണും. ഇഫ് ഞാൻ പഠിക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ആ കൺജങ്ഷൻ ആണെങ്കിൽ എന്ന് പറയണമെങ്കിൽ അവിടെ ഇഫ് ചേർക്കണം. ഓക്കെ, അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസിനകത്തൊരു കൺജങ്ഷൻ ഉണ്ടാവും. മെയിൻ ക്ലോസ് കംപ്ലീറ്റ് മീനിങ് ഉള്ളൊരു സെൻസ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിന് നിൽക്കാൻ പറ്റും. അത് വേറെ ഒന്നിൻ്റെ സഹായം ആവശ്യമില്ല. ഐ വിൽ പാസ്, ഞാൻ എക്സാം പാസ്സാകും. ഞാൻ എക്സാം പാസ്സാകുന്ന വേണ്ടിയിട്ട് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. ഓക്കെ, അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ്. അപ്പോൾ അതിനകത്ത് 2 സബോർഡിനേറ്റ് ക്ലോസ് ആണെങ്കിലും മെയിൻ ക്ലോസ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് വെർബ് ശ്രദ്ധിക്കണം. സ്റ്റഡി എന്ന് പറയുന്ന വെർബ് V1 ഫോം അല്ലേ? V1 ഫോമാണ് ആണോ? അപ്പോൾ ഇഫ് ക്ലോസ്, ഇഫ് ചേർന്ന് വരുന്ന ക്ലോസ് എന്ന് വെച്ചാൽ വാക്കുകളുടെ കൂട്ടം എന്നർത്ഥമേ ഉള്ളൂ. അപ്പോൾ ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിലെ വെർബ് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ ഏതൊക്കെ ഓക്സിലറി ഉപയോഗിക്കും? വിൽ ഉപയോഗിക്കും, ഷാൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം. അതായത് ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ്, ഐ വിൽ പാസ്. ഇത് ഐ വിൽ പാസ് ദി എക്സാം ഇരുന്നോട്ടെ. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് ദി എക്സാം. അല്ലെങ്കിൽ നമുക്ക് ഇഫ് ഐ സ്റ്റഡി വെൽ ഐ ഷാൽ പാസ് ദി എക്സാം. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ മേ പാസ് ദി എക്സാം. അല്ലെങ്കിൽ ഇഫ് ഐ സ്റ്റഡി വെൽ ഐ ക്യാൻ പാസ് ദി എക്സാം. അതായത് ഇതിൽ 3 ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് കണ്ടീഷൻ ക്ലോസ് അല്ലേ? ഞാൻ പഠിക്കുകയാണെങ്കിൽ എക്സാം പാസ്സാകും. ഒരു കണ്ടീഷൻ ഉണ്ട്, പഠിക്കുകയാണെങ്കിൽ. നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഇത് വരാം, ഞാൻ എക്സാം പാസ്സാകും. എന്ത് കണ്ടീഷനാണ്? എക്സാം പാസ്സാകും പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ തിരിച്ചു വേണമെങ്കിൽ നമുക്കിത് വരാം, ക്വസ്റ്റ്യൻ തിരിഞ്ഞു വേണമെങ്കിലും വരാം. ഐ വിൽ പാസ് ദ എക്സാം ഇഫ് ഐ സ്റ്റഡി വെൽ. അപ്പോൾ ഇവിടെ 2 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരിച്ചു വന്നാലും അങ്ങനെ വന്നാൽ ഫസ്റ്റ്, അതായത് ഈ ക്ലോസ് ആദ്യം വന്നാലും ഐ വിൽ പാസ് ദ എക്സാം എന്നുള്ളതും ഇഫ് ഐ സ്റ്റഡി, ഇത് മാറി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, വെർബ് V1 ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിലെ വെർബ് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്ന എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ ഓക്സിലറി ആയിരിക്കും? മോഡൽ ഓക്സിലറി ആയിരിക്കും. വില്ല്, ഷാല്, മേയ്, ക്യാൻ. അതായത് എങ്ങനെ പറയാം? തിരിച്ചെങ്ങനെ വേണമെങ്കിൽ എഴുതാത്, ഇഫ് ഐ വിൽ പാസ് ദ എക്സാം ഇഫ് ഐ സ്റ്റഡി വെൽ. അതായത് ഐ വിൽ പാസ് ദി എക്സാം എങ്ങനെ വരും? ഇഫ് ഐ സ്റ്റഡി വെൽ. അതായത് ഇവിടെ വില്ലോ ഷാലോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വില്ലോ ഷാലോ ക്യാനോ മേയോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിൽ വെർബ് എന്തായിരിക്കണം? V1 ആയിരിക്കണം. ഓക്കെ ആണോ? ഇവിടെ വില്ലോ ഷാലോ മേയോ ക്യാനോ ഒക്കെ ആണെങ്കിൽ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസിലെ വെർബ് എന്തായിരിക്കും? V1 ഫോം ആയിരിക്കും. ഓക്കെ ആണോ? ഇതൊരു കണ്ടീഷൻ. ഓക്കെ ആണോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി നെക്സ്റ്റ് ഒന്ന് നോക്കി, ഇഫ് ഐ സ്റ്റഡീഡ് വെൽ. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ, ഇവിടെ വില്ലും ഷാലും മേയും ക്യാനും ഉള്ളായിരുന്നു ഫസ്റ്റ് വന്നേ. ഇവിടുത്തെ വെർബിന് എന്താ ഒരു വ്യത്യാസം വന്നേ? സ്റ്റഡി എന്നുള്ള വെർബ് എന്തായി? V2 ആയി. ആണോ? സ്റ്റഡി എന്ന് പറയുന്ന വെർബ് എന്തായി? V2 ആയി. സ്വാഭാവികമായിട്ട് അപ്പുറത്ത് വരുന്ന മാറ്റം നോക്കി, ഐ വിൽ എന്നുള്ളത് ഐ വുഡ് ആവും. ഐ വുഡ് പാസ് ദി എക്സാം. ഐ വുഡ് പാസ് ദി എക്സാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഇവിടെ V2 ഫോമാണ് വരുന്നതെങ്കിൽ, ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിലെ വെർബ് V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തൊക്കെയാവും? വില്ല്, ഇതാ ഇവിടെ വില്ലുണ്ടായിരുന്നു, അത് വുഡായി. ഷാൽ എന്താവാം? ഷുഡ് ആവാം. മേ എന്താവാം? മൈറ്റ് ആവാം. ക്യാൻ എന്താവും? കുഡ് ആവും. അപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വില്ലും ഷാലും അല്ലെങ്കിൽ ക്യാനും കുഡും ഒക്കെ അത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കും? V1 ഫോം ആയിരിക്കും. പാസ് എന്ന് പറയുന്നത് V1 ഫോം അല്ല, അല്ലെങ്കിൽ തന്നെ
മോഡൽ ഓക്സിലറിക്ക് ശേഷം നമ്മൾ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ തിരിച്ചും പറഞ്ഞൂടെ, ഇവിടെ വുഡോ ഷുഡോ മൈറ്റോ കുഡോ വരികയാണെങ്കിൽ ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിലെ വെർബ് എന്തായിരിക്കും? V1 ഫോം. ഇത് രണ്ടും തിരിഞ്ഞും വരാം. ഓക്കെ ആണോ? പിന്നെ ഗ്രാമാറ്റിക്കലി ഇത് കറക്റ്റാണ്. മീനിങ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഷുഡ് ചില കേസിൽ ഒഴിവാക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, ഇത് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കി. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ് ദി എക്സാം. ഞാൻ പഠിക്കുകയാണെങ്കിൽ എക്സാം പാസ്സാകും. അതൊരു പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പഠിക്കുകയാണെങ്കിൽ ഇനി എനിക്ക് സമയമുണ്ട്, ഇനി ഞാൻ പഠിക്കുകയാണെങ്കിൽ എനിക്ക് എക്സാം പാസ്സാവാനുള്ള ടൈമുണ്ട്, ആണോ? പക്ഷേ രണ്ടാമത് നോക്കി, ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് പാസ് ദി എക്സാം. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എക്സാം പാസ്സായേനെ. ഇയാൾ പഠിച്ചില്ല, എക്സാം പാസ്സായതുമില്ല. ഓക്കെ, പക്ഷേ ഷുഡ് വരുമ്പോൾ എങ്ങനെയാവും? ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ ഷുഡ് പാസ് ദി എക്സാം. അവിടെ ഒരു നിർബന്ധബോധ്യമായി പോകും. ഞാൻ പഠിച്ചതുമില്ല, പിന്നെ ഐ ഷുഡ് പാസ് ദി എക്സാം, ഞാൻ എക്സാം പാസ്സാവണം എന്ന് ആശിപ്പിച്ച് കാര്യമില്ല. അപ്പോൾ ഗ്രാമാറ്റിക്കലി വരുമ്പോൾ കറക്റ്റാണ്. പക്ഷേ സെൻസ് വെച്ച് നോക്കുന്ന ചില കേസിൽ ഷുഡ് ഒഴിവാക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. എന്ന് കരുതി ഇത് എപ്പോഴും തെറ്റാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ വെർബ് V2 ആണെങ്കിൽ അപ്പുറത്ത് എന്തൊക്കെ വരും? വുഡ് ഷുഡ് മൈറ്റ് കുഡ്. അഥവാ വുഡോ ഷുഡോ കുഡോ മൈറ്റോ വരുവാണെങ്കിൽ ഇവിടുത്തെ വെർബ് എന്ത് വരും? V2 ഫോം. എന്ത് വരും? V2 ഫോം. ഓക്കെ ആണോ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ക്ലോസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈപ്പ് ക്ലോസ് ആണ്. ഓക്കെ, അതായത് if I had studied well. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ. If I had studied well, I would have passed. I would have passed the exam. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹാഡ് അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? V3 ഫോമൽ ലൈൻ. ഇപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്? ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിൽ വെർബ് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് V3. അല്ലെങ്കിലോ ഷുഡ് ഹാവ് പ്ലസ് പാസ്ഡ് അഥവാ V3. അല്ലെങ്കിലോ മൈറ്റ് ഹാവ് പ്ലസ് V3 അഥവാ പാസ്റ്റ്. ഓക്കെ, അല്ലെങ്കിലോ കുഡ് ഹാവ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എക്സാം പാസ്സാകാൻ കഴിയുമായിരുന്നേനെ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇതൊരിക്കലും നടക്കാത്ത കാര്യം. രണ്ടാമത്തെയും ഈ കേസും അതേപോലെ ഈ കേസും ഒരിക്കലും എന്ത് ചെയ്തില്ല? നടക്കാൻ സാധ്യതയില്ല. ഇമ്പോസിബിൾ ഇംപ്രോബബിൾ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ ഇഫ് ചേർന്ന് വരുന്ന ക്ലോസ് എന്താ? സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, ഇഫ് ചേർന്ന് വരുന്ന ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് V3 എന്നോ ഷുഡ് ഹാവ് പ്ലസ് V3 എന്നോ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നോ അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 എന്നോ വരും. ഓക്കെ ആണോ? അഥവാ എങ്ങനെയും പറയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് പറയാനല്ല നമ്മൾ പറഞ്ഞേ. അതായത് ഈ രണ്ട് സെൻസിൽ ഏത് സെൻസ് വേണമെങ്കിലും ആദ്യം വരാം. ഐ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാം എന്ന് വരുവാണെങ്കിൽ അപ്പുറത്ത് എന്ത് വരണം? ഹാഡ് പ്ലസ് V3. കാരണം എന്താ? വുഡ് ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ ആ സെൻസിൽ എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം. ഓക്കെ ആണോ? ശ്രദ്ധിച്ചോണേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ്. മൂന്നാമത്തത് ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 വരുവാണെങ്കിൽ മെയിൻ ക്ലോസിൽ സബോർഡിനേറ്റ് ക്ലോസിൽ എന്ത് വരും? ഹാഡ് പ്ലസ് V3. എന്ത് വരും? ഹാഡ് പ്ലസ് V3 വരും. ഓക്കെ ആണോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഇനി അടുത്ത നോക്കേ, ഇവിടെ ഹാഡ് പ്ലസ് V3 നമ്മൾ പറഞ്ഞില്ല. ഈ ഹാഡ് പ്ലസ് V3ക്ക് പകരം സെയിം വേറൊരു സാധനം കൂടെ വരും. നോക്കി, ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ, ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിട്ടേക്കുക, ബീൻ ചേർക്കേണ്ടി വരും. ഓക്കെ, ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ ഹി വുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. ഇഫ് ഐ ഹാഡ് ബീൻ ദെയർ ഹി വുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. ഞാനവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്യുമായിരുന്നില്ല.
ഓക്കെ, ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ നോട്ട് വന്നു കഴിഞ്ഞാൽ അർത്ഥം മാറത്തേ ഉള്ളൂ, ഗ്രാമർ മാറത്തില്ല. അപ്പം ഈ സെൻസ് ഇഫ് ഐ ഹാഡ് സ്റ്റഡി ഐ വുഡിൻറ്റ് പാസ്. ഓക്കെ, അങ്ങനെ പറയുന്നത് പോലെ ഈ ഒരു സെൻറ്റൻസിൽ ഈ വുഡിൻ്റെ കൂടെ ആണെങ്കിൽ ഷുഡിൻ്റെ കൂടെ ആണെങ്കിൽ ഷാലിൻ്റെ കൂടെ ആണെങ്കിൽ വില്ലിൻ്റെ കൂടെ ആണെങ്കിൽ നോട്ട് വന്നാൽ അർത്ഥമേ മാറത്തുള്ളൂ, ഗ്രാമർ മാറത്തില്ല. ഓക്കെ ആണോ? അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഹാഡ് പ്ലസ് V3ക്ക് പകരം ഹാഡ് പ്ലസ് ബീൻ വന്നു കഴിഞ്ഞാലും ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കും. അതായത് ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് തന്നെയാണ് ഹാഡ് പ്ലസ് ബീൻ എന്ന് പറയുന്നത്. ഇത് V3 ഫോമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ആമിൻ്റെ ഈസിൻ്റെ ആറിൻ്റെ V2 ഫോമാണ് വാസും വേറും. ഈ വാസിൻ്റെയും വേറിൻ്റെയും V3 ഫോമാണ് ബീൻ. ഓക്കെ ആണോ? അപ്പോൾ ഹാഡ് പ്ലസ് ബീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഡ് പ്ലസ് V3 ഫോമാണ്. അങ്ങനെ ഹാഡ് പ്ലസ് V3 വരുവാണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? ദെൻ ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം, ശ്രദ്ധിച്ചേ. ഈ ഒരു എക്സാമ്പിൾ നോക്കി. ഇഫ് ഷീ ഡാഷ് there I would call her. Option, if she dash there I would call her. Options നോക്ക്. was, where, had. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ആൻസർ എന്തായിരിക്കും? ഇവിടെ വുഡ് വന്നു. വുഡ് വരുമ്പോൾ നമുക്കറിയാം, വുഡ് വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇപ്പുറത്ത് V2 ഫോം ഉപയോഗിക്കും അല്ലേ? ഒരു ക്ലോസിൽ ഇപ്പുറത്ത് വുഡ് വരുവാണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് എന്ത് ഉപയോഗിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്? V2 ഫോം. വില്ലോ ശാലോ ആണെങ്കിൽ ഇപ്പുറത്ത് എന്ത് ഉപയോഗിക്കും? V1 ഫോം ആണോ? അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഷീയുടെ കൂടെ നമ്മൾ എഴുതേ പറയത്തുള്ളൂ, വാസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. പക്ഷേ അതെന്താ? തെറ്റാണ്. വാസ് അല്ല വരേണ്ടത്. ആൻസർ ഏതാ? വേറാണ്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോസിബിൾ കണ്ടീഷനാണ്, നടക്കാൻ സാധ്യതയില്ലാത്ത കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമാജിനറി കണ്ടീഷൻ, അഥവാ നടക്കാൻ സാധ്യതയില്ലാത്ത ഇമാജിനറി കണ്ടീഷൻ്റെ കൂടെ ഒരിക്കലും എന്ത് ഉപയോഗിക്കത്തില്ല? വാസ് ഉപയോഗിക്കത്തില്ല. ഇമാജിനറി കണ്ടീഷൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കത്തില്ല? ഒരിക്കലും വാസ് ഉപയോഗിക്കത്തില്ല. അതിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഐ വെയർ എ ബേർഡ്, ചെറിയ ക്ലാസ്. ഇഫ് ഐ വെയർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. അപ്പോൾ ഈ 5 വാസേ ബേർഡ് എന്ന് പറയത്തില്ല. ഐയുടെ കൂടെ സാധാരണ നമ്മൾ വാസേ പറയത്തുള്ളൂ അല്ലേ? പക്ഷേ ഐയുടെ കൂടെ വാസ് പറയത്തില്ല, വേറെ പറയത്തുള്ളൂ. എന്തുകൊണ്ടാണ്? ഇവിടെ വുഡ് വന്നതുകൊണ്ട്. ഇവിടെ എന്ത് വന്നുകൊണ്ടാണ്? വുഡ് വന്നതുകൊണ്ട്. അപ്പോൾ ഇതൊരു ഇമാജിനറി കണ്ടീഷനാണ്. ഇമാജിനറി കണ്ടീഷൻ വരുമ്പോൾ, അതായത് ഇവിടെ വുഡോ കുഡോ ഷുഡോ, വുഡോ കുഡോ ഷുഡോ അതേപോലെ ഏതാ മൈറ്റോ ഒക്കെ വരികയാണെങ്കിൽ ഇപ്പുറത്ത് എന്ത് വരണം? ഐ ആണെങ്കിലും ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഏത് പ്രോനൗൺ ആണെങ്കിലും ഏത് വരാനാണ് സാധ്യത. കാരണം ഇതൊക്കെ സിംഗുലറാണ്. നമ്മൾ എടുത്തു പറയാൻ കാരണം എന്താ? ഹീയും ഷീ ഇറ്റും ഐയും ഒക്കെ സിംഗുലറാണ് അല്ലേ? സിംഗുലറായിട്ടല്ല നമ്മൾ പറയാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ വാസ് അല്ലേ? ഐ വാസ്, ഐ വെയർ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. അതുപോലെ ഹീയുടെ കൂടെ വാസ് അല്ലേ പറയുന്നത്? ഷീയുടെ കൂടെ വാസ് അല്ലേ പറയുന്നത്? ഇറ്റിൻ്റെ കൂടെ ആണെങ്കിലും വാസ് അല്ലേ പറയുന്നത്? ഇതെല്ലാം ഏകോചനമല്ലേ? അപ്പോൾ ഇത് ഏകോചനമാണെങ്കിൽ പോലും ഇവിടെ വുഡോ കുഡോ ഷുഡോ മൈറ്റോ വരുവാണെങ്കിൽ ഏകോചനമാണെങ്കിൽ പോലും ഇതിന് ശേഷം എന്ത് എഴുതാൻ പാടുള്ളൂ? വെയർ. If I were a bird I would fly. If she were a bird she would fly. If he were a bird he would fly. If it were a bird, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് വരുവാണെങ്കിൽ പോലും വാസ് ഉപയോഗിക്കത്തില്ല, പകരം ഏത് ഉപയോഗിക്കും? വേറെ ഉപയോഗിക്കും. ഇഫ് ഇറ്റ് were a bird I would fly. ഓക്കെ ആണോ? അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഒരു സാധനമാണ്. ഓക്കെ ആണോ? ഇനി ജസ്റ്റ് അടുത്തൊന്ന് നോക്കി. അടുത്തൊന്ന് നമ്മൾ പറയാം. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞു. ഇനി നമുക്ക് വളരെ തെറ്റാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ കൂടെ പറയാം. ഓക്കെ, ഓക്കെ. the grass gets wet if it dash. ഓക്കെ, the grass gets wet if it dash. ഇപ്പോൾ ഇവിടെ എന്ത് വരാനായിരിക്കും സാർ? നമുക്ക് അല്ലെങ്കിൽ തിരിച്ചു പറയാനാണ് കുറച്ചുകൂടെ സൗകര്യം. ഓക്കെ,
if it rains the grass gets wet. ഓക്കെ, മഴ പെയ്യുകയാണെങ്കിൽ പുല്ല് നനയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇഫ് ഇറ്റ് റെയിൻസ് എന്നല്ലേ, ഇത് V1 ഫോമാണ്. V1 ഫോം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് വരുമെന്നാണ് പഠിച്ചിട്ടുള്ളത്, അപ്പുറത്ത് വില്ലോ, ഷാലോ, ക്യാനോ അല്ലെങ്കിൽ മേയോ ഒക്കെ വരും ആണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല വന്നേക്കുന്നത്. ദ ഗ്രാസ് ഗെറ്റ്സ് വെറ്റ് എന്ന ഇതും V1 ഫോം തന്നെ ആണോ. ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ എഴുതാം. ഇഫ് വി ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ് എന്നേ പറയും. ഇറ്റ് വിൽ മെൽറ്റ് എന്ന് പറയത്തില്ല. അതായത് ടെൻഡൻസി കൂടുതലാണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ് സാധ്യത കൂടുതലാണ് ഈ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് വി ഹീറ്റ് ഐസ് ഇറ്റ് വിൽ മെൽറ്റ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇറ്റ് വിൽ മെൽറ്റ് എന്ന് തന്നെ നമ്മൾ എഴുതത്തുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇഫ് ഹീറ്റ് എന്ന് പറയുന്നത് V1 ഫോം അല്ലേ ആണോ, ചൂടാക്കുക. മെൽറ്റ് എന്ന് പറഞ്ഞ് ഉരുകുന്നു എന്ന് പറയുന്നത് V1 ഫോം അല്ലേ ആണോ. അപ്പോൾ ഇത് സീറോ കണ്ടീഷനാണെന്ന് പറയാം. എന്ത് കണ്ടീഷനാണ്? സീറോ കണ്ടീഷൻ. കാരണം വെർബിന് ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. രണ്ട് ക്ലോസിലെയും വെർബിന് ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ, ഇഫ് വി ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ചൂടാക്കുമ്പോൾ ഐസ് ഉരുകും എന്നല്ല നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ചൂടാക്കുമ്പോൾ ഐസ് ഉരുകുന്നു അല്ലേ. ആലോചിച്ച് നോക്കി, ചൂടാക്കുമ്പോൾ ഐസ് ഉരുകും എന്നല്ല, ഉരുകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. V1 ഫോമേ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ പറയുമ്പോഴാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ട്രൂത്ത് പറയുമ്പോഴാണ് രണ്ടിടത്തും V1 ഫോം ഉപയോഗിക്കുന്നത്. എന്ത് കണ്ടീഷനാണ്? സീറോ കണ്ടീഷൻ. തെറ്റാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു സയൻറ്റിഫിക് ഫാക്റ്റ് പറയുമ്പോൾ, ഒരു നാച്ചുറൽ ട്രൂത്ത് പറയുമ്പോൾ വെർബിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. അഥവാ രണ്ടിടത്തെയും വെർബ് V1 ഫോം ആയിരിക്കും ആണോ. രണ്ടിടത്തെയും വെർബ് ഏത് ഫോം ആയിരിക്കും? V1 ഫോം ആയിരിക്കും. ഓക്കെ ആണോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ.